ഇപ്പോൾ ലോകകപ്പ് നേടിയ സ്വപ്ന ടീം തന്നെയാണ് കൊച്ചിയിലെത്തുന്നത്. അർജന്റീന ടീമിന്റെ ഫുൾ ലിസ്റ്റാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്നത്. ആവേശം അലയടിക്കും എന്ന ഏതാണ്ട് ഉറപ്പല്ലേ, മുഴുവൻ പേരുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഉറപ്പായും സ്മൃതി, ഇത് തന്നെയാണ് കേരളം കാത്തിരുന്നതും. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. ആരൊക്കെയാണ് ടീമിൽ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായ ഒരു ആശങ്കയും അതുപോലെ തന്നെ സംശയവും. അതിനെല്ലാം വിരാമമായിരിക്കുന്നു. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ലോകകപ്പ് നേടിയ അതേ ടീം തന്നെയാണ് നമ്മുടെ തൊട്ടരികിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന തുല്യമായ ഒരു നേട്ടമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരിക്കലും ആരും ഉണ്ടാവില്ല നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഇവരെല്ലാം വരുമെന്ന്. മാത്രമല്ല, ഇവിടെ വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം അത് ഓസ്ട്രേലിയ ആയിരിക്കും എതിരാളി എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ MD പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ അതിശക്തമായ ഒരു മത്സരത്തിന് കൂടി കേരളം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ലോകകപ്പ് നേടിയ അതേ ടീം ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലേക്ക് വരുമ്പോൾ വലിയ ആവേശത്തിൽ തന്നെയായിരിക്കും. ഉറപ്പായും ആ ഫുട്ബോൾ മത്സരത്തിനൊപ്പം നേരത്തെ തീരുമാനിച്ചതുപോലെ ഫാൻ മീറ്റ് കൂടി നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് കൂടി കേരളം ഒഴുകും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. എല്ലാ മേഖലയിൽ നിന്നും ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള നമുക്കുൾപ്പെടെ ഒരുപാട് ഫോൺ വിളികളാണ്. എങ്ങനെയാണ് ടിക്കറ്റ് കിട്ടുക, എന്ന് മുതലാണ് ടിക്കറ്റ് വിതരണം ചെയ്യുക, ഒരു ടിക്കറ്റ് ഉറപ്പായും ബാക്കി വയ്ക്കണം എന്ന് തുടങ്ങി അറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് പേർ നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മളെ എന്നല്ല സ്മൃതി, നമ്മുടെ സ്ഥാപനത്തിലെ ഓരോ ആളുകളെയും വിളിക്കുകയാണ്. എന്തായാലും വലിയ ആവേശത്തിലേക്ക് കേരളം നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഇതാ നമ്മൾ ഇന്ന് ടീമിനെ കൂടി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർജന്റീനയ്ക്ക് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായി ഓസ്ട്രേലിയ കൂടി എത്തുന്നതോടുകൂടി മത്സരവും തീപ്പാറും എന്ന കാര്യം ഉറപ്പായി. എന്തായാലും കൊച്ചിയിൽ അതൊരു ദിവസം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് മലയാളികൾ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം. കേരളത്തിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസം. അങ്ങനെ ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് വരുന്നു. അതിൻ്റെ പട്ടിക ഇതാ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞു സ്മൃതി. ഇപ്പോൾ മെസ്സി മാത്രമല്ല, പ്ലേയേഴ്സിനെ ഓരോരുത്തരെ നോക്കിയാലും ഒന്നിനൊന്ന് മികച്ചവർ തന്നെയാണ്. അർജന്റീനയുടെ ഗോൾ വല സുരക്ഷിതമായി കാക്കുന്ന സൂപ്പർ താരം എമിലിയാനോ മാർട്ടിനസ് ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ ആ ആവേശം റോഷിക്ക് എങ്ങനെയാണ്? ആവേശമാണ് സ്മൃതി എല്ലാവർക്കും. ഒരുപക്ഷെ മലയാളികൾ നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ കാത്തിരിക്കുകയാണ് ആ ദിവസത്തിനായി. ലോകകപ്പ് നേടിയ അർജന്റീന ടീം അത് മെസ്സിയുടെ നേതൃത്വത്തിൽ അത് നമ്മുടെ മലയാളി മണ്ണിലേക്ക് എത്തുമ്പോൾ, കേരളക്കരയിലേക്ക് എത്തുമ്പോൾ ആവേശത്തോടെ ആ കളിയൊന്ന് കാണാൻ, മെസ്സിയെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്ന മലയാളികളാണ്. നേരത്തെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാവരും ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രസാദ് പറഞ്ഞതുപോലെ ഈ അർജന്റീനൻ ടീം മെസ്സി എത്തുമെന്ന വാർത്ത പുറത്തു വന്നത് മുതൽ തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും എങ്ങനെ ടിക്കറ്റ്, എവിടെ നിന്നാണ് ടിക്കറ്റ് ലഭിക്കുക എന്ന ഫോൺ കോളുകളാണ്. ഏതായാലും നമ്മുടെ വയൽവരമ്പുകളിലൊക്കെ നടക്കുന്ന ഫുട്ബോൾ മത്സരങ്ങൾ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സെവൻസ് നടക്കുന്നത് മലബാറിലാണ്. മലബാറിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വാശിയേറിയ മത്സരങ്ങൾ നടക്കുകയാണ്. അങ്ങനെ മത്സരങ്ങൾ നടക്കുന്ന ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികളുള്ള ഒരു കൊച്ചു നാട് കൂടിയാണ് നമ്മുടെ മലയാള മണ്ണ്. അത് മെസ്സിയും കൂട്ടരും മനസ്സിലാക്കുകയാണ്, ലോകമറിയുകയാണ് എങ്ങനെയാണ് ഫുട്ബോളിനെ കേരളം നെഞ്ചേറ്റുന്നത്, മെസ്സിയെയും അർജന്റീനൻ ടീമിനെയും എങ്ങനെയാണ് നെഞ്ചേറ്റുന്നത്. ഏതായാലും ഈ മെസ്സിയുടെ അർജന്റീനൻ ടീമിൻ്റെ കേരളത്തേക്കുള്ള ആ വരവ്, ആ സൗഹൃദ മത്സരം സ്വാഭാവികമായും പുതുതലമുറയ്ക്ക് വലിയ ആവേശമാകും. ഫുട്ബോളിനോടുള്ള സ്നേഹം അവർക്ക് ഇരട്ടിക്കും. ഒട്ടേറെ പേർ ഇനിയും കായിക രംഗത്തേക്ക് കടന്നു വരും, ഫുട്ബോൾ താരങ്ങളാകും, ലോകപ്രശസ്തരായ പ്രശസ്തരായ കായിക താരങ്ങളായി മാറും. ഈ മത്സരം അത് അവർക്ക് ആവേശമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർക്കത് പ്രചോദനമാകും. അതുതന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നതും. ഇങ്ങനെ അർജന്റീനൻ ടീമിനെയും ഒപ്പം ഓസ്ട്രേലിയൻ ടീമും അങ്ങനെ കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ അതിൻ്റെ ആവേശം ഉൾക്കൊണ്ട് അതിൻ്റെ ആത്മവിശ്വാസത്തോടെ ഇനിയും ഫുട്ബോളുമായി വയൽവരമ്പിലേക്ക്, മൈതാനിയിലേക്ക് ഒട്ടേറെ യുവതലമുറകൾ ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നമ്മൾ കാത്തിരിക്കുന്ന മത്സരത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ്. ഈ മത്സരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇനി തെരുവോരങ്ങളിൽ നിരവധി പരിപാടികളാണ് നടക്കാൻ പോകുന്നത്. ഓരോ ഗ്രാമങ്ങളിലും ഓരോ നാട്ടുവരമ്പുകളിലുമൊക്കെ പരിപാടികൾ നടക്കും, മത്സരങ്ങൾ നടക്കും, സൗഹൃദ മത്സരങ്ങൾ, ഫുട്ബോൾ മത്സരങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഇനി ആവേശത്തിന്റെ നാടുകളാണ്, ഇനി ഉത്സവത്തിന്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. അതിനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്.